ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ രാവിലത്തെ കാഴ്ചകളൊക്കെയാണ്, ചെറിയ ചെറിയ കാഴ്ചകൾ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ആ ചെറിയ വീഡിയോ കണ്ടിട്ട് വരാം. ജേഡു മോൻ ഒരു ഹായ് പറഞ്ഞേ. സുഖമാണോ എന്ന് ചോദിച്ചേ. മാമു കഴിച്ചോ എന്ന് ചോദിച്ചേ. ബൈ ബൈ കൊടുത്തേ. ബൈ 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 കൊടുത്തേ. ബൈ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ ഒരു മനോഹര ദിവസമാണ്. ഈ പ്രകൃതിയിലെ ഈ പച്ചപ്പും ഈ ഫലങ്ങളും ഒക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ തന്നെ അതെത്ര മനോഹരമായിരിക്കും, എത്ര ഹാപ്പി ആയിരിക്കും നമ്മുടെ മനസ്സിന്. നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ പ്രഭാതത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ ആകാശ കാഴ്ചകളും ആ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളൊരു ദിവസം തുടങ്ങുമ്പോൾ അതിമനോഹരമായിരിക്കും നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം മൊത്തം. നമ്മുടെ ചിന്തകളും പോസിറ്റീവായിരിക്കും, നമ്മളും പോസിറ്റീവായിരിക്കാൻ ഏറ്റവും നല്ലതാണ്. ഞാനും എൻ്റെ ഒരു പ്രഭാതം ഇങ്ങനെയാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് രാവിലത്തേക്ക് ഇച്ചായനും മോനും സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് രാവിലത്തേക്കായിട്ട് ഞാൻ ചെറുപയറാണ് കറി വെക്കാൻ ഉദ്ദേശിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നത്. ചെറുപയർ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ വേവിച്ച് വെച്ചു. ഇനി മക്കളൊക്കെ കിടന്നുറങ്ങുകയാണ്. മക്കൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും കറിയൊക്കെ ശരിയാക്കി വെക്കണം. അതിന് ശേഷം ആണ് ഞാൻ ചായ വെക്കാറുള്ളൂ. അതായത് മക്കൾ ചൂടോടുകൂടി അവർക്ക് കുടിക്കുന്നത് ഇഷ്ടം. അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും, ഹസ്ബൻഡിനാണേലും എഴുന്നേറ്റ് വരുമ്പോഴേക്കും അത് ചൂടോടുകൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് ചായ വെക്കാറ്. അപ്പോൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഞാൻ വെറും വയറ്റിൽ എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് അതെനിക്ക് കുറച്ച് നാളുകളായിട്ടുള്ള ശീലമാണ്. അപ്പം ഞാൻ പരമാവധി ചായ കുടിക്കാണ്ടിരിക്കും. അത്ര പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ എനിക്കുള്ള ചൂടുവെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇനി അവർക്കുള്ള ചായ തയ്യാറാക്കി. അതിന് ശേഷം മോനെ വിളിച്ച് ഉണർത്തി അവന് സ്കൂളിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് ഒരു ദിവസം രാവിലെയൊക്കെ കടന്നു പോകുന്നത്. പിന്നെന്താ പറയുക, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ചെറിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ചായയൊക്കെ വെച്ച് ചായയൊക്കെ കൊടുത്തു വരുമ്പോഴേക്കും ഞാൻ കറിയൊക്കെ ശരിയാക്കി. ചെറുപയർ കറി അതാണ് വെച്ചതെന്ന്. അപ്പോൾ അത് വെച്ചു, അത് ശരിയാക്കി. പിന്നെ മോന് സ്കൂളിലേക്ക് പോകാനുള്ളത് എല്ലാം പാത്രത്തിലാക്കി. ഇതൊക്കെ ചെയ്താണ് ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. മോൻ പോയി കഴിയുമ്പോൾ പിന്നെ ചെറിയ മോനുണ്ട്, അവൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടൊരു ദിവസം അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഇതുപോലെ കുറേ സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുക. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തു നിന്ന് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അത് നമ്മൾ ആസ്വദിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും ഡൗൺ ആയിട്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണരാൻ സാധിക്കില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് എത്രമാത്രം ഇരിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെയുള്ളവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യം. ഇപ്പോൾ ഇവിടെ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഹാപ്പിയാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നല്ല സന്തോഷമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, സന്തോഷമായത് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ സന്തോഷം പകർന്നു കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളെക്കൊണ്ട് കൂടുതൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. നല്ല നല്ല കാഴ്ചകൾ കാണുക, നല്ല നല്ല കൂട്ടുകൾ കൂടുക, ഇതൊക്കെയാണ് ഏറ്റവും നല്ലതായ കാര്യങ്ങൾ. ആ ഒരു ദിവസത്തെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അപ്പോൾ ഇവിടെ ചോറും കറിയൊക്കെ ശരിയായി കഴിഞ്ഞു. ഇനി മക്കൾക്കുള്ള പാത്രത്തിലേക്ക് എല്ലാം പകർത്തി വെക്കണം. അത് കഴിഞ്ഞ് പറഞ്ഞു വിടണം. അത്രയേ ഉള്ളൂ വിശേഷം.